ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് പഠിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടതും നിങ്ങളുടെ കോർ സബ്ജക്റ്റായ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. ബിക്കോസ് നിങ്ങളുടെ തസ്തികയുടെ പേര് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന്റെ ഭാഗത്ത് നിന്നായിരിക്കും കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരിക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ സ്ക്രീനിലുണ്ട്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം സ്റ്റഡി സ്ട്രാറ്റജി. അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പഠിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് അല്ലേ. ഇപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പഠിക്കുന്ന ആൾക്കാർക്ക് തന്നെ ടൈപ്പിസ്റ്റും പഠിക്കാം. അപ്പോൾ ഏതാണ്ട് സിലബസ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഒരു നല്ല ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണെന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ എക്സാം സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. നമുക്ക് നേരെ പ്ലാനിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാമിന് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എത്ര സമയം പഠിക്കണം, ഏതെല്ലാം ദിവസങ്ങളിൽ പഠിക്കണം എന്നീ കാര്യങ്ങൾ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ചർച്ച ചെയ്തു പോവാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് വൈസ് വെയിറ്റേജ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ ഒരു ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിനകത്ത് എന്തൊക്കെയാണുള്ളത്, ഓരോ ഭാഗത്തിനും ഉള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് 5 ഭാഗങ്ങളാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ജനറൽ നോളജ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ്, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്, അത് മലയാളം, കന്നഡ, തമിഴ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ആകെ 100 മാർക്കിന്റെ, അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എക്സാം 100 മാർക്കിനാണ്. അപ്പോൾ ആ 100 മാർക്കിൽ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഏത് ഭാഗമാണ് കൂടുതൽ ഊന്നൽ നൽകി പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ ചർച്ച ചെയ്ത് പോകാം. അപ്പോൾ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് വരുന്നത്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്കിനാണ് വരുന്നത്. ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്കിന് ചോദിക്കും. ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കിനും പ്രാദേശിക ഭാഷ 20 മാർക്കിനുമാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഈ ഒരു ടേബിൾ നോക്കിക്കേ. ഇവിടെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിന്റെ പ്രയോറിറ്റിക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് 2 സ്റ്റാർ ആണ്. 2 സ്റ്റാർ കേട്ടോ. 10 മാർക്കിനാണ് ആ ഭാഗത്ത് നിന്ന് വരുന്നത്. അതിപ്പോ സാധാരണ ഇപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഇപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനോ +2 ലെവൽ എക്സാമിനോ 10th ലെവൽ എക്സാമിനോ ഒക്കെ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നമേ അല്ല. ഈ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് 10ന് 10 മാർക്കും അല്ലെങ്കിൽ 10ന് ഒരു 8 മാർക്കും നിങ്ങൾക്ക് അടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഒന്ന് നന്നായിട്ട് നോക്കുക, ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിക്കുക. അതുപോലെ 2025 ഓരോ മാസവും നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അവാർഡുകൾ, അതുപോലെ തന്നെ അന്താരാഷ്ട്ര വർഷങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ഒരു ഫോക്കസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ 10 മാർക്കിന് ജനറൽ നോളജ് 2 സ്റ്റാർ പ്രയോറിറ്റി ആണ് ജനറൽ നോളജിനും കറണ്ട് അഫയേഴ്സിനും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്കിനാണ്, 5 സ്റ്റാർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് പഠിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടതും നിങ്ങളുടെ കോർ സബ്ജക്റ്റായ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. ബിക്കോസ് നിങ്ങളുടെ തസ്തികയുടെ പേര് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന്റെ ഭാഗത്ത് നിന്നായിരിക്കും കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരിക. അതായത് ഫോക്കസ് 60 to 70% ഓഫ് യുവർ സ്റ്റഡി ടൈം ഓൺ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്. നിങ്ങൾ പഠിക്കുമല്ലോ, പഠിക്കുന്ന സമയത്ത് ഏകദേശം 60% മുതൽ 70% വരെയുള്ള സമയം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് പഠിക്കുവാനായി ചിലവാക്കുക എന്നാണ് നമുക്ക് ഈ ഒരു ടേബിൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഭാഗമാണ് ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് മാർക്ക് നമ്മൾ ലോസ് ആക്കി കളയാൻ പാടില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. കാരണം ഒരു കറക്റ്റ് സിലബസ് നമുക്കുണ്ട്. ആ സിലബസിനകത്ത് നിന്നുകൊണ്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 മാർക്കും നേടിയെടുക്കാൻ സാധിക്കും. സോ 5 സ്റ്റാർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ടൈപ്പ് റൈറ്റിംഗ്
ടൈപ്പ് റൈറ്റിംഗും 10 മാർക്കിനാണ്. ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ അതേപോലെ സിലബസ് നോക്കി നന്നായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10ന് 10 മാർക്കും വാങ്ങുവാനായിട്ട് സാധിക്കും. ഈ റെക്കർ മെക്കാനിസം, അതുപോലെ തന്നെ ഈ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ്റെ ക്ലീനിങ്, പിന്നെ കീ ഓറിയന്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ മതി. മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈപ്പ് റൈറ്റിംഗിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ടൈപ്പിസ്റ്റിൻ്റെയൊക്കെ ഒരുപാട് മുൻകാല ക്വസ്റ്റ്യൻസ്, ചോദ്യ പേപ്പറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ നോക്കി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ചോദ്യം എങ്ങനെ ചോദിക്കും എന്നുള്ള ധാരണ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ജനറൽ ഇംഗ്ലീഷിന് ഞാൻ കൊടുത്തിരിക്കുന്നത് 3 സ്റ്റാർ ആണ് കേട്ടോ. 3 സ്റ്റാർ, അതായത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിന് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുക. അത് കഴിഞ്ഞാൽ ജനറൽ ഇംഗ്ലീഷിനും റീജിയണൽ ലാംഗ്വേജിനും കൂടി എന്ത് ചെയ്യുക, ഒരേ തരത്തിലുള്ള മുൻഗണന കൊടുക്കുക കേട്ടോ. രണ്ടിനും 3 സ്റ്റാർ വീതമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കിനും റീജിയണൽ ലാംഗ്വേജ് 20 മാർക്കിനുമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു 60% മുതൽ 70% വരെ സമയം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് പഠിക്കുവാനായിട്ട് നൽകുക. ബാക്കി വരുന്ന സമയങ്ങളിൽ ജനറൽ ഇംഗ്ലീഷും റീജിയണൽ ലാംഗ്വേജും പഠിക്കുക. അതുപോലെ തന്നെ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ടൈപ്പ് റൈറ്റിങ്ങും. സോ ഈ ഒരു ടേബിൾ നോക്കിയപ്പോൾ എങ്ങനെ പഠിക്കണം, ഓരോന്നിനും എന്തുമാത്രം പ്രയോറിറ്റി നൽകണം എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിവിടെ ആദ്യം നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട, ഏറ്റവും കൂടുതൽ മുൻഗണന നൽകി പഠിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. ബിക്കോസ് 40 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. ദിസ് സെക്ഷൻ ഡിസൈഡ്സ് യുവർ റാങ്ക്. ഈ സെക്ഷൻ ആയിരിക്കും നിങ്ങളുടെ റാങ്ക് എവിടെ ഇരിക്കണം എന്നുള്ളത് നിർണ്ണയിക്കുന്നത് കേട്ടോ. മെയിൻ ലിസ്റ്റിനകത്ത് ഏത് സ്ഥാനത്ത് നിങ്ങളുടെ റാങ്ക് വരണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുന്നത് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് നന്നായിട്ട് പഠിക്കുക. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസും MS വേർഡും MS എക്സലും MS പവർ പോയിന്റും ഒക്കെ നന്നായിട്ട് പഠിക്കുക. പഴയകാല ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് നന്നായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന മാതൃകാ ചോദ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് 40 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് ആണ് ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് പഠിക്കുക. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അല്ലെ? സോഫ്റ്റ്വെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിനകത്ത് വരുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലേറ്റസ്റ്റ് പെരിഫറൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് അധികം ഉദ്യോഗാർത്ഥികളൊന്നും ശ്രദ്ധിക്കാറില്ല. എല്ലാവരും ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ പഠിച്ച് സെറ്റായിട്ട് പരീക്ഷയ്ക്ക് പോകും. അവിടെ പോകുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് ലേറ്റസ്റ്റ് പെരിഫറലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമായിരിക്കും വരുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് പെരിഫറൽസിനെ കുറിച്ച് ഒരു അവയർനെസ് വേണം കേട്ടോ. അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. ഉദാഹരണത്തിന് OLED മോണിറ്ററിനകത്ത് ബാക്ക് ലൈറ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ബാക്ക് ലൈറ്റിംഗ് അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറയാൻ അറിയണം. അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം ജസ്റ്റ് എക്സാമിന് വേണ്ടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ ലേറ്റസ്റ്റ് പെരിഫറൽസിനെ കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. ആ രീതിയിൽ കറണ്ട് അഫയേഴ്സുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് വേണമെങ്കിലും ആ ഭാഗത്തുനിന്ന് ചോദിക്കാം. ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഒക്കെ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻപുട്ട് ഡിവൈസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് OCR, OMR, MICR ഇങ്ങനെയുള്ള ഡിവൈസസിന്റെ ഒക്കെ ഫുൾ ഫോംസും കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, അർത്ഥമെറ്റിക്, ലോജിക് യൂണിറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. പിന്നെ വിൻഡോസ് എന്ന് പറഞ്ഞാൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ. അവിടെ വേണമെങ്കിൽ വിൻഡോസിന്റെ ഹിസ്റ്ററി ചെറുതായിട്ട് ചോദിക്കാം. ആദ്യത്തെ വിൻഡോസ് വെർഷൻ റിലീസ് ചെയ്തത് എപ്പോഴാണ്, ഏറ്റവും ലേറ്റസ്റ്റ് വിൻഡോസ് വെർഷൻ ഏതാണ്, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള വിവിധ ഫീച്ചേഴ്സ്, ടാസ്ക് ബാർ എന്താണ്, ഐക്കൺസ് എന്താണ്,
ഫയൽ എക്സ്പ്ലോറർ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ചോദിക്കാം കേട്ടോ. അതും നന്നായിട്ട് പഠിച്ചു വെക്കുക. അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കോ പൈലറ്റ് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് കേട്ടോ. കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളാണ്. അതുപോലെ കോർട്ടാന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. വിൻഡോസിന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ വിൻഡോസ് പഠിക്കുമ്പോഴത്തേക്ക് വിൻഡോസിന്റെ ചെറിയൊരു ഹിസ്റ്ററി, ഡീപ്പായിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, ചെറിയൊരു ഹിസ്റ്ററി, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുക. അതേപോലെ തന്നെ വിൻഡോസിനകത്തെ ടാസ്ക് ബാർ എന്താണ്, ഐക്കൺസ് എന്താണ്, ഫയൽ എക്സ്പ്ലോറർ എന്താണ്, അങ്ങനെയുള്ള കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ MS വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ. വേർഡ്, എക്സൽ, പവർ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇപ്പൊ പഴയതുപോലെ ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഈസ് ഒന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ ഒരു ട്രെൻഡ്, എക്സാമിന്റെ ട്രെൻഡ് അനുസരിച്ച് കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട്, അതായത് പ്രാക്ടിക്കൽ നോളജ് നന്നായിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് ആൻസർ സ്കോർ ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ മൗസിൽ ഡബിൾ ക്ലിക്ക് അടിച്ചാൽ എന്ത് സംഭവിക്കും, ട്രിപ്പിൾ ക്ലിക്ക് അടിച്ചാൽ എന്ത് സംഭവിക്കും, 5 തവണ ക്ലിക്ക് അടിച്ചാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഷോർട്ട് കട്ട് കീസ്, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. സോ ആ ഒരു രീതിയിലും കൂടി പഠിച്ചു നോക്കുക കേട്ടോ. കീബോർഡ് ഓറിയന്റഡ് ആയിട്ട്, മൗസ് ക്ലിക്ക് ഓറിയന്റഡ് ആയിട്ട്, പിന്നെ നമ്മുടെ ചില ഇപ്പോൾ ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്ത് ക്യാരക്ടർ സ്പേസിങ് അല്ലെ, ക്യാരക്ടർ സ്പേസിങ്ങിലെ കേണിങ്, പൊസിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ കുറച്ച് പേര് ഒരു പർട്ടിക്കുലർ ടൂൾ ഉണ്ടെങ്കിൽ ആ ടൂളിനകത്ത് ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരിക. സോ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വേർഡ്, എക്സൽ, പവർ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇന്റർനെറ്റിനെ കുറിച്ച് പഠിക്കുക. വാട്ട് ഈസ് ഇന്റർനെറ്റ്, എന്തൊക്കെയാണ് ഇന്റർനെറ്റിനകത്ത് ഉപയോഗിക്കുന്ന പ്രോട്ടോകോളുകൾ, TCP/IP, HTTP, ടെൽനെറ്റ്, പിന്നെ POP, ഇങ്ങനെ കുറെ പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ചില പ്രോട്ടോകോളുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. വേൾഡ് വൈഡ് വെബ് നന്നായിട്ട് പഠിക്കുക. വേൾഡ് വൈഡ് വെബ് എന്താണെന്ന് പഠിക്കുക. HTML-ന്റെ ഫുൾ ഫോമും അതിന്റെ പർപ്പസും പഠിക്കുക. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെയൊന്നും ഭയങ്കര ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇന്റർനെറ്റ് എന്താണ്, വേൾഡ് വൈഡ് വെബ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. പിന്നെ ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇമെയിലിനകത്ത് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്താണ്, എന്താണെന്ന് ചോദിച്ചാൽ SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നൊക്കെ പറയാൻ അറിഞ്ഞിരിക്കണം. പിന്നെ കുറച്ച് നെറ്റ്വർക്കിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കോർ ഏരിയ, നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഏരിയ ആണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. 40 മാർക്കിനാണ് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൊടുത്തത്, ദിസ് സെക്ഷൻ ഡിസൈഡ്സ് യുവർ റാങ്ക്. അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഈ ഏരിയയ്ക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. LD ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം ആണെങ്കിൽ ഈ ഏരിയയ്ക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞ സിലബസിൽ കണ്ടു. അപ്പോൾ ജനറൽ നോളജ് ഒക്കെ പഠിക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഇങ്ങനെ ആഴത്തിൽ അങ്ങ് പരന്നു പൊക്കോണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ അത് സെലക്ട് ചെയ്ത് അത്യാവശ്യം സിലബസിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ജനറൽ നോളജ് ഒക്കെ പഠിക്കാൻ എടുക്കുമ്പോൾ, കാരണം 10 മാർക്കിനുള്ള ചോദ്യമേ ആനുകാലിക സംഭവങ്ങളും പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുള്ളൂ. ദെൻ ഇവിടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനകത്ത് നിങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു പെർഫോമൻസ് ആ ഏരിയയിൽ നടത്തുവാനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഷോർട്ട് കട്ട് കീസിൽ കുറച്ച് ഊന്നൽ കൂടുതൽ കൊടുത്ത് പഠിച്ചു വെക്കുക കേട്ടോ. വേർഡിലും എക്സലിലും പവർ പോയിന്റിലും ചെയ്യേണ്ട വിവിധ കാര്യങ്ങളുടെ ഷോർട്ട് കട്ട് കീസ്, അതുപോലെ തന്നെ മൗസ് ക്ലിക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ പ്രധാനമായിട്ടും എല്ലാവരോടും എല്ലാ അധ്യാപകരും പറയുന്നൊരു കാര്യമുണ്ട്, പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് അത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. പ്രീവിയസ് LD ടൈപ്പിസ്റ്റിന്റെയും കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെയും പഴയ കോൺഫറൻഷ്യൽ അസിസ്റ്റന്റിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസും വേർഡ് പ്രോസസ്സിങ്ങിന്റെ ഒക്കെ ഭാഗങ്ങൾ കാണാം. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഏത് ശൈലിയിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ട്രിക്കി ആയിട്ടുള്ള MCQ, ഇപ്പൊ പഴയതുപോലെ MCQ അല്ല ചോദിക്കുന്നത്, ട്രിക്കി MCQs ആണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അറിയാൻ പറ്റും. വാട്ട് ഈസ് എന്നുള്ള ചോദ്യങ്ങളൊന്നും കാണത്തില്ല, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ റോങ്,
അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് തിരഞ്ഞെടുക്കാൻ പറയുക, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഒരു ഗൊരിഷ്ട് പിടിച്ച രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുക. സോ ട്രിക്കി MCQs നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്കിവിടെ പറയാനുള്ളൂ. ഇവിടെ ഇനി ഒരുപാട് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ കുഴപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 40 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിന്റെ ഭാഗത്ത് MS വേർഡ് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ എല്ലാ ടാബുകളും പഠിക്കുക. ടാബ് വൈസ് പഠിച്ചു പോവുക കേട്ടോ. ഹോം ടാബ് എന്താണ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ് ടാബ്, മെയിൽ മെർജ് ടാബ്, റിവ്യൂ ടാബ്, വ്യൂ ടാബ്. അപ്പോൾ ഇത്രയും ടാബുകൾ, ഇവിടെ മെയിൽ മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിങ്സ് എന്നാണ് ആ ടാബിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇത്രയും ടാബുകൾക്കകത്തുള്ള വിവിധ ടൂളുകൾ എന്താണ്, ഗ്രൂപ്പുകൾ എന്താണ്, അതിനകത്തുള്ള ടൂളുകൾ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഷോർട്ട് കട്ട് കീസ്, പേജ് സെറ്റപ്പ്, ടേബിൾസ്, കോളംസ്, ഹെഡർ, ഫൂട്ടർ, പ്രിന്റിങ്, ഇത്രയും ഭാഗത്തിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്ത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ് മിക്കവാറും ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ പേജ് സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, പ്രിന്റിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പേജ് സെറ്റപ്പും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, മാർജിൻസ് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുക. സോ മൈക്രോസോഫ്റ്റ് വേർഡ് പഠിക്കുമ്പോൾ എല്ലാ ടാബുകളും എല്ലാ മെനൂസും പഠിച്ചു വെക്കുക. റിബൺ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. റിബൺ എന്താണെന്ന് അറിയാമല്ലോ, കളക്ഷൻ ഓഫ് മെനൂസ് അല്ലേ, ഒരു കൂട്ടം മെനൂസും അസോസിയേറ്റഡ് ഗ്രൂപ്പുകളും അതിനകത്തുള്ള കമാൻഡുകളെയും കൂടി ചേർത്തിട്ടാണ് റിബൺ എന്ന് പറയുന്നത്. അപ്പൊ റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് മെനൂസ് ഓർ ടാബ്സ് ആർ കോൾഡ് റിബൺ എന്ന് പറയാം. ഇനി മൈക്രോസോഫ്റ്റ് എക്സൽ പഠിക്കുമ്പോഴത്തേക്ക് എന്താണ്, വർക്ക് ബുക്ക് പഠിക്കുക, വർക്ക്ഷീറ്റ് പഠിക്കുക, റോസ്, കോളംസ്, സെൽഫ് ഫോർമാറ്റിംഗ്, ഫങ്ഷൻസ്, ചാർട്ട്സ്, സോർട്ടിംഗ്, ഫിൽട്ടറിംഗ്, ഡാറ്റ വാലിഡേഷൻ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഫ്രീ സ്പേസ്, പിവറ്റ് ടേബിൾ, ഗോൾ സീക്ക്, സിനേരിയോ മാനേജർ, ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഈ ഗോൾ സീക്കും സിനാരിയോ മാനേജറിന് ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് വാട്ട് ഈസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയാൻ അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി ഈ പറഞ്ഞ സംഗതികളെല്ലാം തന്നെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ഒരു വർക്ക്ഷീറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു വർക്ക്ഷീറ്റിന് എങ്ങനെ റീനെയിം കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, റോസും കോളംസും എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, റിമൂവ് ചെയ്യാം, ഇതിന്റെയൊക്കെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ എക്സൽ പഠിക്കുമ്പോൾ കൂടുതൽ ഫോക്കസ് നൽകേണ്ട ഏരിയ ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ നന്നായിട്ട് പഠിച്ചുകൊള്ളുക. ദെൻ MS പവർ പോയിന്റ് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രധാനമായിട്ടും തീംസ്, ലേഔട്ട്, സ്ലൈഡ് മാസ്റ്റർ വ്യൂസ് ഉണ്ടല്ലോ, അതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത്, അനിമേഷൻ, ട്രാൻസിഷൻ, ഹൈപ്പർ ലിങ്ക്, ആക്ഷൻ ബട്ടൺസ്, പ്രിന്റിംഗ്, സ്ലൈഡ് ഷോ, ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഞാനിവിടെ ഇത് പറയാൻ കാരണം ഈ ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിരന്ന് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുവാനായിട്ട് എടുത്ത് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വേർഡ് ആയാലും എക്സൽ ആയാലും പവർ പോയിന്റ് ആയാലും ടാബുകൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ദെൻ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് പഠിക്കുമ്പോൾ പ്രധാനമായും കമ്പ്യൂട്ടർ ജനറേഷൻസ് പഠിക്കുക, മെമ്മറി പഠിക്കുക, CPU, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, സ്റ്റോറേജ്, നമ്പർ സിസ്റ്റത്തിന് ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ മതി, സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വൈറസ്, ആന്റിവൈറസ്, നെറ്റ്വർക്കിംഗ്, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ജനറേഷൻസ് പഠിക്കുക. 5 ജനറേഷൻസ് ആണോ ഉള്ളത് എന്ന് അറിയാമല്ലോ. മെമ്മറി പഠിച്ചു വെക്കുക. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. CPU അതിന്റെ യൂണിറ്റുകൾ, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, സ്റ്റോറേജ്, സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വൈറസ്, ആന്റിവൈറസ്, നെറ്റ്വർക്കിംഗ്, ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് എംഫസൈസ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. നമ്പർ സിസ്റ്റം അത്രയ്ക്കും വലിയൊരു പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും കേട്ടോ. ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഞാൻ ഡെയിലി പ്രാക്ടീസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് എപ്പോഴും ഈ ഗ്രാമർ തിരിഞ്ഞു പോകും. ടെൻസ് ആയാലും ആർട്ടിക്കിൾസ് ആയാലും കൺജങ്ഷൻസ് ആയാലും പ്രീപോസിഷൻസ് ആയാലും നമ്മൾ ഒരു ദിവസം പഠിച്ചിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഡെയിലി എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഗ്രാമർ, ടെൻസസ്, ആർട്ടിക്കിൾസ്, റീപോസിഷൻസ്, സിനോണിംസ്, ആന്റോണിംസ്, ഇഡിയംസ്, വൊക്കാബുലറി, ആക്റ്റീവ്, പാസീവ്, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇതെല്ലാം ഡെയിലി എന്ത് ചെയ്യുക, ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നന്നായിട്ട് പഠിച്ചതായിരിക്കും. അപ്പോൾ എന്നും രാവിലെ ഉറക്കം എണീറ്റ് ഉടനെ ഒന്ന് മറിച്ച് നോക്കുക. ഇല്ലെങ്കിലോ ഈ ആഴ്ച പഠിച്ച സാധനം 2 ആഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടണം എന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഗ്രാമർ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 20 മാർക്കിനുള്ള ചോദ്യമാണ് ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. ഇത്രയും കാര്യങ്ങളിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥിരം എക്സാം ഒക്കെ എഴുതുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും ഈ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ ചോദ്യം ചോദിക്കാറുണ്ട്. അതുപോലെ
റീജിയണൽ ലാംഗ്വേജ് മലയാളം കേട്ടോ, മലയാളം അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തമിഴ്. ഗ്രാമർ, വൊക്കാബുലറി, സിനോണിംസ്, ആന്റോണിംസ്, അതായത് വിപരീത പദം അല്ലെ, പര്യായ പദം, വിപരീത പദം, പിന്നെ സെന്റൻസ് കറക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മലയാളം ന്യൂസ് പേപ്പറുകളൊക്കെ ഡെയിലി വായിക്കുക കേട്ടോ. കാരണം ഓരോ വാക്കുകളുടെയും കൃത്യമായിട്ടുള്ള എഴുത്ത് എങ്ങനെയാണ്, ഏത് ക്യാരക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഏത് അക്ഷരമാണ് ഒരു പർട്ടിക്കുലർ പദത്തിന് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് മലയാളം ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കണം എന്ന് കൂടി എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ റീജിയണൽ ലാംഗ്വേജും ഇംഗ്ലീഷും കൂടി 40 മാർക്കിനുള്ള ചോദ്യം ആ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. സോ നമ്മുടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിന് കൊടുക്കുന്ന മുൻഗണന ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ തൊട്ടടുത്തതായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട പ്രയോറിറ്റി ഈ ഇംഗ്ലീഷിനും മലയാളത്തിനുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അതിനർത്ഥം ജനറൽ നോളജിനും കറണ്ട് അഫയേഴ്സിനും ഒന്നും മുൻഗണന കൊടുക്കണ്ട എന്നല്ല, ഇവർക്ക് കൊടുക്കുന്ന അത്രയും മുൻഗണന അവർക്ക് കൊടുക്കണ്ട. കാരണം ഇത്രയും കാര്യങ്ങൾ ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും ഈ ലാംഗ്വേജസും ഒക്കെ പഠിക്കുന്ന അത്രയും ടൈം മറ്റതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. 10 മാർക്കിനുള്ള GKയും കറണ്ട് അഫയേഴ്സും പ്രധാനമായിട്ടും കേരളത്തെക്കുറിച്ച് മുഴുവൻ പഠിക്കുക. കേരളത്തിന്റെ 14 ജില്ലകളും ജോഗ്രഫിയും ഇത്തരം കാര്യങ്ങൾ പഠിക്കുക. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും ജോഗ്രഫിയും റിവർ സിസ്റ്റവും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ സയൻസ്, ശാസ്ത്രം, അവാർഡുകൾ, പുസ്തകങ്ങൾ, സ്പോർട്സ്, എക്കോണമി, ഗവൺമെന്റ് സ്കീംസ്, ഗവൺമെന്റ് പദ്ധതികൾ വളരെ 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 പ്രധാനമാണ്. കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് ചോദിക്കും. പിന്നെ എന്താണ്, എല്ലാ ദിവസവും പത്രം നന്നായിട്ട് വായിക്കുക കേട്ടോ. എല്ലാ ദിവസവും പത്രം വായിക്കുക. അഥവാ പത്രം ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ 2025-ലെയും 2026-ലെയും കഴിഞ്ഞ മാസങ്ങളുടെയും ഒക്കെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ക്യാപ്സ്യൂൾ ആയിട്ട് ഒക്കെ നമുക്ക് കിട്ടും. അത് വെച്ച് നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ തന്നെ ക്ലാസ്സുകൾ ഉണ്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട്. സോ അതൊക്കെ നന്നായിട്ട് നോക്കി പഠിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസത്തെയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ സാധാരണ ഒരു LD ക്ലർക്ക് ലെവലിലുള്ള എക്സാമിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ ഭാഗം സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് വേണ്ടി വരില്ല. സോ ഇവിടുന്ന് 10 മാർക്കിനുള്ള ചോദ്യമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് പഠിക്കുന്ന അത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കറണ്ട് അഫയേഴ്സും GKയും കൂടി ചേർത്തിട്ടാണ് 10 മാർക്കിനുള്ള ചോദ്യം വരുന്നത്. ഒരു പ്രശ്നം ഞാൻ പറയാം, നമ്മൾ GK ഒക്കെ പഠിക്കാൻ എടുക്കുമ്പോൾ എന്താണ്, അടുക്കും തോറും അകലുന്ന മഹാസാഗരം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് നമ്മൾ പഠിച്ച് കയറുമ്പോഴത്തേക്ക് അങ്ങ് പൊക്കോണ്ടിരിക്കും. അപ്പോൾ പൂർണ്ണമായിട്ടും സിലബസ് കയ്യിൽ എടുത്തു വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയണ്ടത്, അങ്ങ് വിശാലമായിട്ട് അങ്ങ് പഠിച്ചു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, എക്സാമിന് ആവശ്യമായിട്ടുള്ളത് മാത്രം മുൻവർഷ LD ടൈപ്പിസ്റ്റിന്റെയും കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് പൊതുവിജ്ഞാന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ആനുകാലിക സംഭവങ്ങൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും അവാർഡുകൾ പഠിച്ചു വെക്കുക കേട്ടോ. അവാർഡുകൾ പഠിച്ചു വെക്കുക. നോബൽ സമ്മാനം പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കുക. പിന്നെ അന്താരാഷ്ട്ര വർഷങ്ങൾ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആപ്തവാക്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗ്യചിഹ്നം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ സ്ഥിരം PSC ചോദിക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിലുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് പഠിക്കുക. റീസെൻ്റ്ലി ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളൊക്കെ പ്രകാശനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഴുത്തുകാരൻ ആരാണ്, അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഭാഗം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10-ന് 10 അല്ലെങ്കിൽ 10-ന് ഒരു 7-ഓ 8-ഓ മാർക്ക് നിങ്ങൾക്ക് അടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ടൈപ്പ് റൈറ്റിംഗ് എല്ലാ ദിവസവും 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കൃത്യമായ സിലബസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സിലബസിനകത്തുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഭയങ്കര പരന്ന ഒരു പഠനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 10 മാർക്കിനാണ് ചോദ്യം വരുന്നത്. പാരഗ്രാഫ് ടൈപ്പിംഗ്, നമ്പേഴ്സ്, സിംബൽസ് അല്ലെങ്കിൽ കീബോർഡ് ഉണ്ടല്ലോ, ടൈപ്പ് റൈറ്ററിൻ്റെ കീബോർഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. കീബോർഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളുകൾ, ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന ആ ഒരു മെഷീനകത്തുള്ള വിവിധ കമ്പോണൻറ്റുകൾ, പിന്നെ ക്ലീനിങ് കിറ്റ്, ഓരോ പർട്ടിക്കുലർ കീയും പ്രസ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ ആൽഫബറ്റിക് കീസ്, ന്യൂമറിക്കൽ കീസിന് പുറമെ മറ്റെന്തെങ്കിലും കീസ് ഉണ്ടല്ലോ, സ്പേസ് ബാർ, അപ്പോൾ ഈ പർട്ടിക്കുലർ കീസൊക്കെ മറ്റേതെങ്കിലും കോമ്പിനേഷനിലൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ഈ ടൈപ്പ് റൈറ്ററിന്റെ ഭാഗത്ത് നിന്ന് പഠിച്ചു വെക്കുക കേട്ടോ. 20 മുതൽ 30 മിനിറ്റ് വരെ ഡെയിലി ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ സ്പെൻഡ് ചെയ്താൽ മതിയാവും. 10 മാർക്കിനാണ് വരുന്നത്.
ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ്. ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ എന്നും രാവിലെ ഇംഗ്ലീഷ് പഠിക്കുവാനായി 45 മിനിറ്റ് എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസും വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് പഠിക്കുവാനായിട്ട് 2 മണിക്കൂർ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക കേട്ടോ. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസും വേർഡ് പ്രോസസ്സിങ്ങും തിയറട്ടിക്കലി പഠിക്കുവാൻ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂർ വേർഡും എക്സലും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഉള്ള കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എക്സല്, വേർഡ്, പവർ പോയിന്റ് ഈ 3 ടൂളുകളും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഒരു 1 അവർ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പഠിക്കുക. രാത്രി GKയും കറണ്ട് അഫയേഴ്സും റിവിഷനും കൂടി എന്ത് ചെയ്യുക, ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഇതൊരു ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ്. അതായത് ഇപ്പോൾ മറ്റെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മറ്റ് കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയക്രമമാണ് കേട്ടോ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുവാൻ സാഹചര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിനേക്കാളും ഞാൻ ഈ പറഞ്ഞ സമയത്തിനേക്കാളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം ഡ്യൂറേഷൻ കൂട്ടുവാൻ സാധിക്കും. അപ്പോൾ രാവിലെ ഇംഗ്ലീഷ് ഗ്രാമർ 45 മിനിറ്റ് നിങ്ങൾ പഠിക്കുക. പിന്നെ ആഫ്റ്റർനൂൺ കമ്പ്യൂട്ടർ 2 അവേഴ്സ് നിങ്ങൾ പഠിക്കുക. ഈവനിങ് എക്സല്, വേർഡ്, പവർ പോയിന്റ് പ്രാക്ടീസ് 1 മണിക്കൂർ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. രാത്രി GKയും റിവിഷനും കൂടി അല്ലെങ്കിൽ GK കറണ്ട് അഫയേഴ്സും റിവിഷനും എല്ലാം കൂടി ചേർത്ത് 1.5 മണിക്കൂർ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളം പഠിക്കുവാനായിട്ട് നമുക്ക് ഒരു 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റോ ഡെയിലി സ്പെൻഡ് ചെയ്യണം. ഡെയിലി സ്റ്റഡി പ്ലാൻ പറഞ്ഞു. ഇനി ഒരു വീക്ക്ലി സ്ട്രാറ്റജി നമുക്ക് നോക്കാം. വീക്ക്ലി നോക്കുകയാണെങ്കിൽ മൺഡേ നിങ്ങൾ എന്ത് ചെയ്യുക, MS വേർഡ് പഠിക്കുക. ട്യൂസ്ഡേ MS എക്സൽ പഠിക്കുക. വെനസ്ഡേ പവർ പോയിന്റ് പഠിക്കുക. തേഴ്സ്ഡേ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഫ്രൈഡേ ഇംഗ്ലീഷ് പഠിക്കുക. സാറ്റർഡേ GKയും കറണ്ട് അഫയേഴ്സും മലയാളവും കൂടി പഠിക്കുക. സൺഡേ ഫുൾ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തുകൊണ്ട് അത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇതൊരു വീക്ക്ലി സ്ട്രാറ്റജിയാണ്. നമ്മളിപ്പോൾ ഒരു ഡെയിലി പ്ലാനിങ് കണ്ടു, വീക്ക്ലി സ്ട്രാറ്റജിയും കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ സ്റ്റഡി പ്രിപ്പറേഷൻ പ്ലാൻസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. മെയിൻ ലിസ്റ്റിൽ മികച്ച റാങ്കിലേക്ക് വരുവാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് സക്സസ് ആയ ഒരു മെത്തേഡാണ് കേട്ടോ. ദെൻ നമ്മുടെ പരീക്ഷയ്ക്ക് മുന്നേ ഉള്ള ഒരു മാസം കഴിഞ്ഞാൽ പരീക്ഷ എങ്കിൽ ഇങ്ങനെ പഠിക്കുക. സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക. റിവൈസ് ഷോർട്ട് കട്ട് കീസ് ഒക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. എക്സൽ ഫങ്ഷൻസ് പ്രാക്ടീസ് ചെയ്യുക. MS വേർഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ലേൺ ഓൺലൈനേഴ്സ്, അറ്റംപ്റ്റ് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്, അനലൈസ് മിസ്റ്റേക്സ്. ഇത്തരം രീതിയിൽ എന്ത് ചെയ്യുക, അവസാനത്തെ 30 ദിവസം വർക്കൗട്ട് ചെയ്യുക കേട്ടോ. പരീക്ഷയ്ക്ക് 1 മാസമേ ഉള്ളൂ. അടുത്ത മാസം പരീക്ഷയാണെങ്കിൽ ഇതാ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ. ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി ഒരു സക്സസ് ഫോർമുല കൂടി പറയാം. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് 40 മാർക്കിനല്ലേ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ ടോപ്പിക്കിന്റെയും മാസ്റ്റർ ആവുക, നന്നായിട്ട് പഠിക്കുക. ഇംഗ്ലീഷ് പ്ലസ് മലയാളം 40 മാർക്കിനാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. GK പ്ലസ് ടൈപ്പ് റൈറ്റിംഗ് 20 മാർക്കിനാണ്, റെഗുലർ റിവിഷൻ എന്നും എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക. പിന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക, എല്ലാ ആഴ്ചയും റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ സോൾവ് പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മുടെ കേരള PSC ഈ തസ്തികകൾ നടത്തിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. ഇതുവരെയും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവരും ജോലി കിട്ടിയവരും എല്ലാം ഇതേപോലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്ത അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്ത ആളുകളാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കുക കേട്ടോ. മികച്ച റാങ്കിൽ വന്ന എല്ലാവരും വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത ആൾക്കാർ തന്നെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡിനേക്കാൾ വേഗത്തിൽ ടൈപ്പിസ്റ്റ് ജോലി നേടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്ന വേഗത്തിനേക്കാളും കൂടുതൽ സ്പീഡിൽ നിങ്ങൾക്ക് ടൈപ്പിസ്റ്റ് ജോലി നേടിയെടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ക്ലാസ്സുകൾ യൂട്ടിലൈസ് ചെയ്യുക. കേരളത്തിലെ തന്നെ മികച്ച അധ്യാപകർ ക്ലാസ് എടുക്കുന്നു.
അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് 8590202323 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അവരോടും ഇത് ഷെയർ ചെയ്യുക. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ നമുക്കറിയാമല്ലോ, നമ്മുടെ 80th ഇൻഡിപെൻഡൻസ് ആണ് ഇന്ത്യയുടെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് PSCയുടെ എല്ലാ കോഴ്സുകൾക്കും അപ് ടു 30% ഫ്രീഡം ഓഫർ നിലവിലുണ്ട്. ഓഗസ്റ്റ് 15 അഡ്മിഷൻ എടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ കേരള PSC കോഴ്സുകൾക്കും അപ് ടു 30% വരെ ഓഫർ നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ അധികം താമസിക്കാതെ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് 8590202323 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാനും എങ്ങനെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ വെറുതെ കണ്ട് ഇരുന്നാൽ മാത്രം പോരാ, ഇത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഇതുപോലെ പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായും റാങ്ക് ലിസ്റ്റിൽ മികച്ച റാങ്കിൽ കയറാൻ പറ്റും, ഉറപ്പായും നിങ്ങൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.